ഇന്നത്തെ മുട്ടക്കറി ഞാൻ ഇതുവരെ വെക്കാത്ത രീതിയിൽ വെക്കാനുള്ള ഒരു പ്ലാനിലാട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ തേങ്ങയും ചെറിയ ചുവന്നുള്ളിയും കൂടിയിട്ട് ഇതേ വറുത്തെടുക്കാട്ടോ. തേങ്ങയുടെ കളറൊന്നും മാറിയതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. പാകത്തിനുള്ള വറവാകുമ്പോഴേ നല്ലൊരു മണം വരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട മണം. സ്റ്റവ് ഓഫാക്കി ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാൻ മുട്ട പുഴുങ്ങാൻ ഇടാട്ടോ. അപ്പൊ കോഴിമുട്ടയാണ് ഇപ്പൊ ആദ്യം ഇടുന്നത്. അതിന്റെ ഒപ്പം തന്നെ തേജപ്പിന് ഞാനതൊരു കാടമുട്ട കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടി പുഴുങ്ങാൻ ഇടുന്നുണ്ട് കേട്ടോ. മുട്ട സെറ്റ് ആവുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ പച്ചമുളകും സബോളയും കൂടി ഇട്ട് ഇതിലിട്ടിട്ട് അടിച്ചെടുക്കുന്നു. അതങ്ങനെ സെറ്റ് ആയിട്ടാ. പിന്നെ വറുത്ത തേങ്ങ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാൻ നോക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി ഇതേ ഞാൻ നീളനെയായിട്ട് അരിഞ്ഞിടുന്നത്. പിന്നെ നുറുക്കി വെച്ച പച്ചമുളകും സബോള ഇടുന്നുണ്ട്. ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അരച്ച തേങ്ങ ഒഴിച്ചിട്ട് പിന്നെ ജാറൊന്ന് കഴുകി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മുടെ സ്റ്റൗമ്മ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടെ ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് ഇതേ പാകത്തിന് ഉപ്പും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നത്തെ പണി ഇതേ മുട്ടയുടെ തൊണ്ട് കളയലാട്ടാ. അതിനുശേഷം ഇതേ നല്ല വെളിച്ചെണ്ണയിൽ ചെറുള്ളി വറവിട്ടിട്ട് ഇതേ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചുട്ടാ. ഒരു വെറൈറ്റിക്ക് ഇതേ മുട്ടയുടെ നടുക്ക് ഇട്ടുകൂട്ടാ. കുറച്ച് ടേസ്റ്റ് അങ്ങോട്ട് കൂടിക്കോട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ബൈ.